ചെയ്യും. ആ വണ്ടി കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു ആ വണ്ടി. അതിനൊരു ഫ്യൂച്ചറിസ്റ്റിക് വ്യൂ ഉണ്ട്. ഇപ്പൊ വന്നില്ല വണ്ടി. ആ വണ്ടി നല്ല രസമായിട്ട് പണിതേക്കുന്നത്. നല്ല ഡീറ്റെയിലിംഗ് ഉള്ള വണ്ടിയാണ്. ചോക്കി ഞാൻ ചില്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല ചോക്കി, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ ചില്ലാണ്. വെറുതെ വന്ന് ചുമ്മാ വന്ന് തള്ളക്കി വിളിച്ചോണ്ടിരിക്കുന്ന ഞാൻ പ്രശ്നം. എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഓൾ ഗുഡ്. കഴിഞ്ഞിട്ട് ഇതാ കാണിച്ചാൽ മതി കേട്ടോ, ഇങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇല്ല അപ്പൊ നിങ്ങള് മൂത്തരിരുന്നോ? കുഴപ്പമില്ല. കേട്ടോ. എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ജോക്കി വിളിച്ച കേട്ടോ. എന്താ സുഖം? എന്റെ പൊന്നപ്പാപ്പ നമ്മുടെ കമ്പനിക്കാരനാണ് ഇയാൾ. എന്തോ കള്ളക്കുട്ടാന്ന് വിളിച്ച ഉടനെ വേറെന്തെങ്കിലും താല്പര്യങ്ങൾ മാറിയോന്ന് അറിയത്തില്ലല്ലോ. ഇജാതി ഊള തമാശയും കൊണ്ടല്ലാതെ നിങ്ങൾക്കൊന്നും വേറെ ജീവിക്കാൻ പറ്റത്തില്ല. ഒരു വയസ്സായിരുന്നു തമ്മിൽ അടിയായിക്കോട്ടെ. നമ്മളെ അതിനിടയ്ക്ക് എന്താ അഭിപ്രായം പറഞ്ഞാലും രണ്ടുപേർക്കും വിഷമം വരും. നമ്മുടെ ശരി 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 ചേംബർ ഹിൽസ് ആണ്. ചേംബർ ഹിൽസ് ഡിഫെൻഡ് ചെയ്യുന്നത് KV ആണ്. KVയുടെ സ്വന്തമായിട്ടുള്ള ടെസ്റ്റ്. നമുക്ക് സ്റ്റാർട്ട് വിത്ത് 5 points. 5 കാർഡ് വിളിച്ചു തുടങ്ങാം. 14K7 8 Theory 10 40K11 ഞാനിവിടെ വിളിക്കണം. അപ്പൊ ഞാനിവിടെ വിളിക്കണം. വെറുതെ നന്നായിട്ട് പൊക്കോണ്ടിരിക്കുന്ന സൈക്കിളില്ലേ? ഞാൻ വിളിക്കുന്നുണ്ടോ? നിങ്ങളേതാ എടുക്കുന്നേ നോക്കുന്നേ? KJ12 first call. Second call. TBS 13. TBS 13. TBS 17. കേട്ടില്ല ബ്രോ. ആരാണ്? VNV. Okay, VNV 17. എനിക്ക് ചിരി വരണം. TBS 18. TBS 18. 13 പമ്പ് കേറ്റി വിട്ടല്ലേ നീ. TBS 18. ചേമ്പർലൻ TBS 18 first call. TBS 18 second call. KNV 19. നിങ്ങൾ വിളിക്കുന്നുണ്ട് കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് അടുത്തടുത്തോട്ട് പോകായിരുന്നു. KNV 19 സമയം തരൂ, നമുക്ക് ചിന്തിക്കണ്ടേ, എത്ര കാർഡെന്നൊക്കെ നോക്കണ്ടേ. ഓക്കെ ഷോ. KNV 19. ഓക്കെ കേശവനാ. ഓക്കെ ഷുവർ. 40 ഇനി നഷ്ടം, ഇനി വിളിച്ചത് നഷ്ടം കേട്ടോ. നഷ്ടമൊന്നുമില്ല, നമ്മളെ 70 കാർഡിനൊക്കെ അടിച്ചെടുത്ത്. കാടില്ലല്ലോ. ഞാനൊന്ന് പയ്യെ സംസാരിക്കണു. 40 first call. എൽദോ 40 second call. 45. എവിടെയാണ് വിളിച്ചു 45. ജോക്കിയോ 60. Tokyo 61. Tokyo 61. റെക്കോർഡുകളല്ലേ Tokyo 60. നമുക്ക് വേണ്ട നമുക്കത് വേണ്ട. 70 വിളിക്കട്ടെടാ. ജോക്കി PA 62. 62 നമ്മുടെ എത്ര സ്റ്റോപ്പ് 80? TPA 62 first call. നമ്മുടെ എത്ര ടോപ്പ് 80 അല്ലായിരുന്നു? TPA 62 second call. Anyone? ഞാനോർത്ത് വിളിക്കാൻ പോന്നിട്ട് Anyone? Okay, TPA 62 third call. വേണ്ട TPA ക്ക് അലോട്ട് ചെയ്തിരിക്കുന്നു. TPA കാർഡ് ഗാർഡിനെ ഏൽപ്പിക്കാം. റാഞ്ചോ കൺട്രോൾ ബൈ T47 ആണ്. നിങ്ങൾക്ക് കോളിംഗ് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ടിംഗ് വിത്ത് 5. TV 10. ആരാണ്? TV 10. TV 10.
TVA 15 TVA 15 TVA 15 15 TVA 15 TVA 20 TVA 20 TVA 21 TVA 22 TVA 25 തേടി 26 TVA 26 TVA 30 അമ്പതങ്ങ് വിളി ഓവറപ്പ് TVA 80 വിളി TVA 31 TVA 40 TVA 40 TVA 40 തേടി 41 TVA 45 TVA 45 തേടി 46 TVA 50 46 TVA 50 അഞ്ചിന്റെ കണക്ക് മതി അത്രേ ഉള്ളൂ ഡബ്ല്യു തേടി 51 TVA 60 TVA 60 ഡബ്ല്യു 61 TVA 65 61 TVA 65 തേടി 66 TVA 66 TVA 70 20 തേടി 71 TVA 75 TVA 75 ഇത് കേറ്റി വെച്ച് ചാത്തി കൊടുത്തു മാർക്ക് കേട്ടോ ഞങ്ങൾക്ക് വേണ്ട വേണ്ട വിട്ടേക്ക് വിട്ടേക്ക് തേടി 76 വിട്ട് അവർക്ക് വേണ്ടെന്ന് പറഞ്ഞപ്പോ തൊട്ട് മുമ്പത്തെ എടുക്കത്തില്ലേ? അല്ല അവര് അടുത്ത ആള് 76 വരെ ഓ സർ 76 ഇല്ല TAD 76 ഫസ്റ്റ് കോൾ ആരെല്ലുണ്ടോ TAD 76 അവരോർത്തെ ടി വി അല്ലേ നമുക്ക് അത്യാവശ്യം കളിക്കാം കടം മേടിച്ച് കൂട്ടണ്ടല്ലോ നമുക്ക് തൽക്കാലം ഉള്ളത് TAD ഇത്. 76 സെക്കൻഡ് കോൾ ടർഫ് കൺട്രോൾ കൊടുത്തവനാണ് കൊടുത്തു അപ്പൊ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ കേട്ടായിരുന്നു അവിടെ പറയുന്നത്. റേഡിയോ സൈലന്റ് ആയിട്ടിരിക്കേണ്ടതാണ്. റേഡിയോയില് കോൾ അല്ലാതെ വേറെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ ഫൈൻ. ഓ ശരി സാർ. ആ സാറിന് വിളിച്ചാരാണ്? സാറിന് വിളിക്കണ്ട. JP ജെയിംസ് പാറ്റ്. ഓക്കെ ജി റെഡിയായിട്ടോ 76 ഗാർഡ്സിന്റെ കാർഡ് കൊടുക്കാന്നാണ്. ഓക്കെ അപ്പൊ പിന്നെ ഇങ്ങോട്ട് പിടി. വലിയ ബാധ്യതയാവൂടാ അത്. 75 കാർഡെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ ബാധ്യതയായിപ്പോ. അവർക്ക് അടുത്ത വട്ടം ഈ കാർഡ് കൊടുക്കുകയും വേണം. നമുക്ക് അടുത്ത ഓപ്ഷന് ഇത് വിളിക്കാനുള്ള പോയിന്റ് സെക്യൂറും ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ ബാധ്യതയാണ് നമുക്ക് GVA സൈഡിൽ നോക്കി കഴിഞ്ഞാൽ. 80 ഇത്രയും പോയിന്റ് ഒന്നും ഞാൻ പോകുന്നു വിചാരിച്ചില്ല. കാരണം T47 വെച്ച് വളരെ കുറച്ച് പേര് ആരെങ്കിലും ഒരാളെ വിളിക്കുള്ളൂ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇരുന്നത്. ഞാൻ മാക്സിമം ഒരു 50 കാർഡ് വരെയൊക്കെ പോകാന്ന് വിചാരിച്ചാ. ഇതിന്റെ അപ്പുറത്തോട്ട് പോയാൽ നമ്മുടെ സൈഡിൽ നോക്കുവാണെങ്കിൽ അത് ഭയങ്കര ഇതായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇത്രയും ഗ്രൈൻഡ് ചെയ്യാൻ ഇത്രയും പ്ലേയേഴ്സിനെ ആക്റ്റീവ് ആക്കി കൊണ്ടുവന്ന് ഈ കാർഡ് ഗ്രൈൻഡ് ചെയ്തിട്ട് KVയുടെ കയ്യിൽ ഇൻ കേസ് ഒരു ടർഫ് പോയാൽ സ്റ്റാർട്ടിംഗ് വിത്ത് 5 വേണ്ട get 10 ഹെൽദോ നോ നോ ഇതിപ്പോ ഏതാ വിളിക്കുന്നത്? വെറുതെ ഇത് നമ്മുടെ ഈശോയാണോ വിളിക്കുന്നത്? TVX 25 GA 26 TVX 30 TVX 30 AJ 31 TVX 35 35 TVX 35 35 ഫസ്റ്റ് കോൾ ഡേവിസ് ആണോ? നമുക്ക് നോക്കാം നമ്മുടെ താരം വിളിക്കുന്നത് സെക്കൻഡ് നോക്കാം. കോൾ ഒറ്റയ്ക്ക് തരുന്നത് എല്ലാ ഓപ്ഷനും നിങ്ങൾ കമന്റ് എന്താ റിഫ്രഷ് ആവാത്ത എനിക്ക്? അടുത്ത ടെസ്റ്റിലോട്ട് പോകാം. അടുത്ത ടെസ്റ്റ് ഈസ്റ്റ് 5 ആ കൺട്രോൾ ബൈ TVA സ്റ്റാർട്ടിംഗ് വിത്ത് 5 വാ ഈസ്റ്റ് 5 സ്റ്റാർട്ടിംഗ് വിത്ത് 5 ആരാണ് വിളിച്ചത്? ചുമ്മാ വിളിച്ചാലോ കഴിച്ചായിരുന്നു അണ്ണോ ഞങ്ങൾ വിളിക്കട്ടെ ധൈര്യമായിട്ട് വിളി, ധൈര്യമായിട്ട് വിളി. നേരിട്ട് വിളിച്ചോടാ. 15 അടി കൊണ്ട് തൂറുമ്പോ പിടിക്കും. എന്താ അങ്ങനെ പറയരുത്. ചുമ്മാ ചുമ്മാ പറയണ ചുമ്മാ ജോഗി ചുമ്മാ പറയണ. പറഞ്ഞില്ലേ മോട്ടിവേഷൻ.
കേട്ടാ പോയി. AG 18. ഇനി വേറെ കൊടുക്കട്ടെ. വിളിക്കടാ എൽദോ അങ്ങോട്ട്. ഇത് 17 അവിടെ അല്ല നിങ്ങളൊരു 10 കാർഡ് തരുവാ നിങ്ങൾക്ക് നിങ്ങൾ വിളിക്കാം. TBS 20. താല്പര്യമില്ല. AG 22. ഇനിശ്ശേരി ഇത്ര കാണോ. AG 22. അമ്മമാര് ഒന്നും വിളിക്കില്ലടാ, ഒരു ടർഫും വിളിക്കില്ല. AG 22 ഫസ്റ്റ് കോൾ. AG 22 സെക്കൻഡ് കോൾ. TBS 23. TBS 23. TBS ആണോ? TBS സോറി TBS 23. അവന്റെ ഒരു കോൺഫിഡൻസ് 23. വിളിക്കടാ. 23 ഫസ്റ്റ് കോൾ. വിളിക്കില്ലടാ. ഒന്നോട്ടില്ലേ ഇല്ലടാ, ഒന്നോട്ട് വിളി. 23 സെക്കൻഡ് കോൾ. എനിവൺ എൽസ്? സിമ്പിൾ സിമ്പിൾ. AG 25. അപ്പാ T47 26. ഗാങ് റൂള് കിട്ടിക്കഴിഞ്ഞാലേ ഞാൻ കണ്ണാപ്പേക്കാളും വലിയ വലിയാവും എനിക്ക് തോന്നുന്നു. 47 26. ഏഷ്യ എടാ എല്ലാരും ഒന്ന് കണക്റ്റിട്ട് റെഡി ആയിട്ടില്ലേ? T47 26. വേറെ ആരും ഇല്ലടാ വിളിക്കാൻ. അതിന് എടാ എല്ലാരും Anyone else? T47 26 first call. ഇത് വിളിക്കുന്നുണ്ടോ നമ്മളാരും? T47 26 second call. ഞാൻ ഓർത്തേ ഉള്ളു അവരൊന്നും വിളിക്കാത്തത്. വിളിക്കുന്ന ആവശ്യം വെറും 26 കാർഡിന് കിട്ടിയടാ അമ്മമാർക്ക്. ഇതിന് റെഡി അത് ഇറങ്ങിക്കാറുന്നു. അല്ല ഇത്ര പേടിയാണെന്ന് നോക്കെ. അയ്യോ Okay. Sorry. TG അല്ലായിരുന്നോ? Sorry. T47 27 third call. ഉറപ്പിച്ചിരിക്കും. Okay. T47 അലോട്ട് ചെയ്തിട്ടുണ്ട്. 27 കണക്ട്. ലെറ്റ്സ് ഗോ. കാർഡ് സ്ക്വാഡിൽ ഏൽപ്പിച്ചിട്ടാ. എത്രയ്ക്ക് വിളിച്ചേ? 27. നിങ്ങളൊക്കെ 27 കാർഡിനൊക്കെ ഈ ടർഫ് ഇട്ട് കൊടുത്തെന്ന് പറഞ്ഞ പക്ഷെ ഭയങ്കര കാർഡ് വേണ്ടേ? കാർഡ് വേണ്ടി വാസം 27 കാർഡില്ലേ നിങ്ങളുടെ കയ്യില്? എന്നാ ആകെ 17 കാർഡ് കൊണ്ടാ വന്നത്. പോയിട്ട് ഗണ്ണ് കുറച്ച് കാർഡ് ചോദിച്ചിട്ട് നമ്മള് തരത്തില്ലായിരുന്നോടാ. ചോദിച്ചാണ് അമ്മോന്റെ അടുത്ത് വന്ന്. പക്ഷെ 20 കാർഡായിട്ട് തിരിച്ചു തരേണ്ടി വരും. അത് വിജയം കുഴപ്പമില്ല. അവിടെ പോയിന്റ് It's a loop എന്ന്. നല്ല രസമുള്ളൂ. ഉപയോഗമുണ്ട്. രണ്ടിനടിച്ച് ഓടി അടിച്ച് ഓടി. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി അടിച്ചെടുക്കുമ്പോഴെല്ലാം ഒരു രസമുള്ളൂ ഗൈസ്. ഇപ്പൊ ടർഫ് ഹോൾഡ് ചെയ്തേക്കുന്ന ഗ്യാങ്സ് പോയല്ലേ, ഒന്ന് വെയിറ്റ് ചെയ്യണം. നിങ്ങൾ മീറ്റ് ചെയ്ത ഒരു കാര്യം. യെസ് ഷുവർ ഷുവർ. നമുക്ക് കഴിഞ്ഞാ കേക്കെ ആദ്യത് എവിടെ? ടർഫില്ലാത്തവനൊക്കെ പോവാം. കഴിഞ്ഞാ ഇറങ്ങടാ. ഊരിടാനാടാ ചീഫ് ഓടിച്ചത് ഇറങ്ങടാ. ആ ചോക്കി പറ. അതെ ടർഫ് ഉള്ളവർ ഇരിക്കാൻ പറ. നമ്മൾ ടർഫ് ഹോൾഡ് ചെയ്യുന്നുണ്ടല്ലോ. ഞങ്ങള് ഹോൾഡ് പോയിട്ട് ചെയ്യാത്ത ബാക്കിയുള്ളത് പോകാം. ടർഫ് ഹോൾഡ് ചെയ്തവർ മാത്രം ഒന്ന് വെയിറ്റ് ചെയ്യണേ. പോയിട്ടോ സത്യം കേട്ടോ. അതെ 27 കാർഡിനൊക്കെ അവന് കിട്ടിയത് അപ്പിക്കൊക്കെ കിട്ടിയില്ലേ? അവന്മാർ കുറച്ചുകൂടെ ഇതാക്കായിരുന്നു. നമുക്ക് ആർക്കെങ്കിലും കൊടുക്കായിരുന്നു. പൈസ കൊടുത്തിട്ട് നമുക്ക് സെറ്റ് ആക്കായിരുന്നു. ഡിസ്കണക്ട് ചെയ്യാം. ഹോൾഡ് ചെയ്യുന്നവര് മാത്രമല്ല, നമ്മൾ ടർഫ് സ്റ്റാർട്ട് ചെയ്ത് തൊട്ട് ഇപ്പൊ T40 ടർഫ് ഉണ്ടല്ലേ? ആ ശരിയാ മറ്റേതുണ്ടല്ലേ. നല്ല ടപ്പാണ്. ഇതൊക്കെ ചുമ്മാ ഇൻഗെയിം ട്രിഗർ ചെയ്യണല്ലടാ. വിടറാ ചില്ലവിടാ. ഇതൊക്കെ നമ്മളെ ട്രിഗർ ചെയ്യണല്ലേ. ഇതൊക്കെ വള്ളിയല്ലേ. ഞാൻ വല്ലപ്പോഴും ഒക്കെ ഓരോ വള്ളിയൊക്കെ എടുക്കട്ടെ. ഇതിപ്പോ ടർഫ് മാത്രമേ വരുന്നുള്ളൂ. സിറ്റുവേഷൻ ഒന്നും വരുന്നില്ല. ഇതിന് എന്ത് പറയാനാണ് തമ്പുരാൻ അറിയാം. ഇല്ലെന്നുള്ള കാര്യം ഞാൻ നോക്കാം. പറയാണ്, നിങ്ങൾ ഈ ഗൺസ് ഒരിക്കലും നിങ്ങളുടെ ഗ്യാങ്സിന്റെ കയ്യിൽ നിന്ന് സിവിലിയന്റെ കയ്യിൽ ഇട്ടാൻ പാടില്ല. ഓക്കെ ഓക്കെ കിട്ടാത്ത ടർഫിൽ ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും എനിക്ക് പറയാനുണ്ട്.
എനിക്ക് പറയാനുണ്ട് ഇതല്ലാതെ ഈ ടർഫില് കേക്കാവോ? ഹലോ, ഞാൻ പറഞ്ഞത് കേക്കാവോ? ഈ ടർഫ് ആക്ടിവിറ്റിയും കൂടി പണ്ടത്തെ പോലെ എന്തെങ്കിലും ഈ ഓരോ ടർഫ്, കാരണം ഇത്രയും എഫേർട്ടും ടൈമും വേസ്റ്റ് ചെയ്തിട്ടല്ലേ നമ്മളിത് അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ടർഫ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഗാങ്സിന് എന്തെങ്കിലും ഗ്രൈൻഡ് ചെയ്ത് അതിൽ നിന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനും കൂടെ കൊണ്ടുവന്ന കുറച്ചും കൂടെ ബെറ്റർ. അങ്ങനെ ഒരു ടർഫ് ഗ്രൈൻഡിങ് ഓപ്ഷൻ വെക്കാഞ്ഞതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഗ്യാങ്സിൽ ഇപ്പോൾ ഉള്ള മെമ്പേഴ്സ് എല്ലാം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ചില ജോബുകളുണ്ടായിരിക്കും പുറത്ത്, അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ മടിപ്പിക്കുന്ന രീതിയിലുള്ള സംഭവം വേണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ. അല്ല, അത് മനസ്സിലായി. ഞാൻ പറഞ്ഞത് അതല്ല, ടർഫ് ഒത്തിരി ദിവസം ഒരു സിംഗിൾ ഗ്യാങ്ങിന്റെ കയ്യിൽ തന്നെ ആയിരിക്കുമല്ലോ. അത് ഹോൾഡ് ചെയ്യുന്നത് അവരുടെ പവറാണ്, അത് വേറെ കാര്യം. ഇപ്പോൾ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ തന്നെ അതൊരു എഫേർട്ടിൽ കിട്ടുന്ന ഒരു സാധനമല്ലേ. അപ്പം ബാക്കിയുള്ളവർക്ക് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതൂടെ വരൂലേ. അപ്പോൾ മൾട്ടിപ്പിൾ ഇപ്പം വെളിയിൽ നിന്നാണ്, ഇപ്പം എക്സാമ്പിൾ മണി ടർഫിനാണെങ്കിൽ തന്നെ നമുക്കിപ്പോൾ ബ്ലാക്ക് മണി വാഷ് ചെയ്യാനും അങ്ങനത്തെ ഓരോ ഓപ്ഷൻസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓരോ ഗ്യാങ്ങിൻ്റെ ഓരോ ടൈമിൽ പോകുമ്പോൾ അവർക്കും അത് അടിച്ചെടുക്കണമെന്നൊക്കെ ഉള്ള ഒരു കോമ്പറ്റീഷൻ കൂടത്തേ ഉള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ടർഫ് അടിച്ചെടുക്കുന്നവർക്ക് വെറുതെ ഒരു ടെറിട്ടറി എന്ന് മാത്രമല്ലാതെ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് കൂടെ ചെയ്യാൻ പറ്റുന്നത് ഒരു നല്ല കാര്യമല്ലേ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ടർഫ് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ ആ ടർഫിൻ്റെ ഏരിയയിൽ പോകുമ്പം ഇന്ന ഏരിയ കൺട്രോൾഡ് ബൈ ഇന്ന ഗ്യാങ് എന്നുള്ളൊരു സാധനം കാണിക്കുന്നില്ല. അപ്പോൾ അതും കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു ഇതാ, കാരണം ആ ഒരു ഗ്യാങ്ങിൻ്റെ അത്രയും കഷ്ടപ്പെട്ട് എഫേർട്ട് ഇട്ട് അടിച്ചെടുക്കുന്നതായതുകൊണ്ട് ആ ഗ്യാങ്ങിന് ഒരു പവർ അവിടെ വരുന്ന ആൾക്കാർക്കും അത് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ അത് അവർക്ക് ഒരു മോട്ടിവേഷൻ, അല്ലെങ്കിൽ ആ കാണുന്ന ഒരു ഇതാണ് അവർക്ക്. ഇപ്പോൾ ഇന്ന ഏരിയ കൺട്രോൾഡ് ബൈ ഇന്ന ഗ്യാങ് എന്ന് പറയുമ്പോൾ ആ ഗ്യാങ്ങിന്റെ പേരിനും ഒരു ഇത് കിട്ടുമല്ലേ സിറ്റിയിൽ. അപ്പൊ അതും കൂടി കൊണ്ടുവന്നാൽ കുറച്ചും കൂടി നന്നായിരിക്കും. നമുക്ക് മണി ടർഫില് അത് കൊണ്ടുവരാത്തതിന്റെ കാരണം അത് ഇല്ലീഗൽ ഓപ്ഷനിൽ വരാൻ പോകുന്ന സാധനമാണ് മണി ലോണ്ടറിങ്. ജെപ്പി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇപ്പം പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ഇപ്പം പുറത്ത് ജോലിയുള്ളവർ കഷ്ടപ്പെടണ്ടെന്ന് വിചാരിച്ചിട്ടാണല്ലോ ജെപ്പി ഇങ്ങനെ പറഞ്ഞേ. അപ്പൊ ഈ അതായത് അനുസരിച്ച് ഓട്ടോ ജനറേറ്റ് ആയിക്കോട്ടെ, നമ്മൾ ഇടയ്ക്ക് കളക്ട് ചെയ്തോളാം. പോയി പണിയെടുക്കണ്ടായാലും ഓട്ടോ ജനറേറ്റ് ആയിക്കോട്ടെ, നമ്മൾ കളക്ട് ചെയ്തോളാം. പണിയെടുക്കാതെ കളക്ട് ചെയ്യുന്നത് അത്ര നല്ലതല്ലല്ലോ. അല്ല, അവരെ ഓൺലൈൻ ഉണ്ടല്ലോ. ടർഫ് നമ്മുടെ സ്വന്തം, നമ്മുടെ ആൾക്കാർ സിറ്റിയിൽ ആക്റ്റീവ് ആയിട്ട് നിൽക്കുക. രണ്ട് ടർഫ് കയ്യിലിരിക്കുന്നതിന്റെ അഹങ്കാരം, നമുക്ക് രണ്ട് ടർഫ് കയ്യിലിരിക്കുന്നതിന്റെ അഹങ്കാരം ജോണിയപ്പ പണിയെടുക്കാതെ. അതുപോലെ നമുക്ക് ഈ ആഴ്ച അല്ല, നമുക്ക് അടുത്ത ആഴ്ച പിടിക്കാം. എന്നിട്ട് നമുക്ക് 2 ടർഫ് ആക്കാം. അടുത്ത ആഴ്ച ഇല്ല. അപ്പൊ ഇത് ഭയങ്കര ബാധ്യതയായി പോകും. വിളിച്ച ഇനി 2 മതി. അതല്ല, നമുക്ക് ഈ ഇത് ഗ്രൈൻഡിങ് ഇവര് വെക്കാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലീഗൽ ഓപ്ഷൻ വരുന്നുണ്ട് വാസ്തവനെ, ബ്ലാക്ക് മണി ഓപ്ഷൻ. മനസ്സിലായോ? അപ്പൊ ഓരോ ഗ്യാങ് ബിസിനസ്സുകൾ കിട്ടും, ഇല്ലീഗൽ ബിസിനസ്. മനസ്സിലായോ? അപ്പൊ നമ്മൾ ടർഫിന് ഗ്രൈൻഡിങ് കൊടുത്തു കഴിഞ്ഞാൽ ഗ്യാങ്ങുകൾക്ക് ഇല്ലീഗൽ ബിസിനസ് കൊടുക്കാൻ സാധനം. അതേപോലെ തന്നെ പണ്ടത്തെ പോലെ അതുകൊണ്ടാണ് അതുകൊണ്ടൊരു കാര്യം മാപ്പില് കളയത്തോറ് അല്ലെങ്കിൽ ടർഫിൽ പോകുമ്പോഴത്തേക്ക് കൺട്രോൾഡ് ബൈ എന്നുള്ളത് കൊണ്ടുവരുന്ന സെഷൻ. അത് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പറ്റുമായിരിക്കുമല്ലോ അല്ലേ? ഹലോ, അത് പറ്റുമെങ്കിൽ മാത്രമേ കൊണ്ടുവരുള്ളൂ. ഏത് ഗ്യാങ്ങാ? ഇപ്പൊ സർക്കിള് കാണിക്കുന്നുണ്ടോ? കേട്ടില്ല. സർക്കിള് കൊണ്ടുവരുന്നുണ്ടോ? ഇല്ല, അത് നമ്മൾ കൊണ്ടുവരാത്തതിന്റെ കാരണം അത് കുറച്ച് ചോക്കി കമ്പനിയായ അതുകൊണ്ടാണ് ചോക്കിയെടുത്തോ സംസാരിച്ചേട്ടാ. കൊണ്ടുവരാം.